ഞാൻ വൂളൻ നൂലിനെ കൊണ്ട് ചെയ്തെടുത്ത ഒരു റൗണ്ട് നെക്ക് ഡിസൈനാണിത്. അപ്പോൾ ഈ ഡിസൈന് ഇതേമാതിരി ഉണ്ടാവും. ഇത് നമുക്ക് നൈറ്റീൻ്റെ മിഡീൻ്റെ മുകളിൽ ടോപ്പ്, കുട്ടികളെ ബേബീൻ്റെ ഉടുപ്പ് അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുക. അപ്പോൾ ഈ നെക്ക് ഡിസൈൻ എങ്ങനെയാണ് തയ്ക്കുക എന്നുള്ള വിധം കാണിച്ചു തരാം. ഒരു നെക്ക് ഡിസൈൻ തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ലൈറ്റ് പിങ്ക് കളറുടെ നൂലാണ് എടുത്ത് ഇനി ഇത് ചെയ്ത് വെക്കുക. ചെയിൻ ഇടുക. 150 ചെയിൻ, 150 ചെയിൻ ഇട്ട് വയ്ക്കുക. എന്നിട്ട് ആദ്യം ചെയിൻ ഇട്ട് വയ്ക്കുക. ചെയിൻ ഇട്ട് വയ്ക്കുക. 150 ചെയിൻ ഇട്ട് ഈ ഓരോ ചെയിനിൻ്റെ മുകളിൽ നിന്നും ഒരു സിംഗിൾ ക്രോഷ്യ ആദ്യം ചെയ്തെടുക്കുക. സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. അതേമാതിരി ഈ അറ്റം വരെ ചെയ്തെടുക്കണം. ഈ അറ്റം വരെ ചെയ്തെടുക്കുക സിംഗിൾ ക്രോഷ്യ. അതേമാതിരി ഞാൻ എല്ലാത്തിൻ്റെ മുകളിൽ നിന്നും ഈ ഇതെടുത്ത് സിംഗിൾ ക്രോഷ്യ ചെയ്തെടുത്തിട്ട് ഇത് അവിടെ വരെ എത്തി. പിന്നെ ഇതിവിടെ ജോയിൻ്റ് ആക്കി കൊടുക്കുക. ഇന്നില്ല അപ്പോൾ അങ്ങനെ ചെയ്തെടുത്തുകൊണ്ട് ഇനി അടുത്തതിൻ്റെ മുകളിൽ ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. പക്ഷെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം 3 ചെയിൻ, അപ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് അടുത്തതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് ഒരു ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്തെടുക്കുക. 3 ഡബിൾ ക്രോഷ്യ ഇവിടെ കണ്ടു. അടുത്ത ചെയിനിൻ്റെ മുകളിൽ ചെയ്താൽ 2 ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്തെടുക്കുക. ഒരു ചെയിനിൻ്റെ ഉള്ളിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്തെടുക്കുക. വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ, ഒരു ചെയിനിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്തെടുക്കുക. ഒരു ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്തെടുക്കും. 3 എണ്ണം. 4ാമത്തെ ഡബിൾ ക്രോഷ്യ ആവുന്ന സമയത്ത് 2 എണ്ണം വെച്ച് ഇതിൻ്റെ മുകളിൽ ചെയ്തെടുക്കണം. അങ്ങനെ ചെയ്തെടുത്ത് അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്ത് കൊണ്ടുവരണം. ഇതേമാതിരി ഇത് എത്ര വരെ തയ്ച്ച സമയത്ത് ഇതേമാതിരി വരും, റൗണ്ടിലായിട്ട് വരും. ഇനി അടുത്ത ഡബിൾ ക്രോഷ്യ ചുറ്റും ചെയ്തെടുത്ത് ഇനി അടുത്ത സ്റ്റിച്ച് ചെയ്യുന്ന വിധം ചെയ്യാം. ഇതേമാതിരിയാണ് വരിക. അടുത്ത സ്റ്റിച്ച് ചെയ്യുന്ന വിധം കുറച്ച് ചെയ്ത് വെച്ചിരുന്നു. ചെയിൻ ഇടുക. 5 ചെയിൻ ഇടണം. 5 ചെയിൻ ഇട്ടിട്ട് അവിടെ കണ്ടോ 1, 2, 3 എണ്ണം ഒഴിവാക്കി 4ാമത്തേൻ്റെ മുകളിൽ സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റാക്കി ഉണ്ട്. അങ്ങനെ വന്നു. പിന്നെ വീണ്ടും 3 ചെയിൻ ഇടുക. എന്നിട്ട് 1 ഒഴിവാക്കിയിട്ട് 2ാമത്തേൻ്റെ മുകളിൽ സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റാക്കി. പിന്നെ വീണ്ടും ഇതേമാതിരി തന്നെ 3 ചെയിൻ ഇടുക. 1 ഒഴിവാക്കിയിട്ട് സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റാക്കുക. 4 പ്രാവശ്യം ഇതേമാതിരി ചെയ്യണം. ഒരു ഒഴിവാക്കി ചെയ്യും.
മൂന്നെണ്ണം ചെയ്തിട്ട് ഒന്ന് ഒഴിവാക്കി സിംഗിൾ ക്രോഷേ ചെയ്തു. അപ്പോൾ ഇവിടെ 4 ചെറുത് വന്നു, വലുത് 1 വന്ന്, പിന്നെ 1 2 3 4 ചെറുത് വന്നു. പിന്നെ വീണ്ടും ഒരു കാര്യം, വീണ്ടും 5 ചെയ്യുന്നുണ്ട്. 1 2 3 4 5 ചെയ്യുന്നുണ്ട്. 5 ചെയ്യുന്നിട്ടിട്ട് ഇവിടെ തന്നെ 3 ഒഴിവാക്കി, 4 ഒഴിവാക്കി. 1 2 അഞ്ചാമത്തേൻ്റെ മുകളിൽ ഇവിടെ സിംഗിൾ ക്രോഷേ കൊടുത്ത് ജോയിൻ്റ് ആക്കുക. ഒരു വലുത്. പിന്നെ വീണ്ടും ഇതേമാതിരി തന്നെ 4 ചെറുത് ചെയ്യും. 1 2 3 സിംഗിൾ ക്രോഷേ കൊടുത്ത് ഒരു ഇത് മാത്രം ചെയിൻ ഒഴിവാക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ. 2 3 ചെയ്ത് 1 ഒഴിവാക്കി 2 വന്നു. ഇനി അതേമാതിരി 3 4 ചെയ്യണാകെ. ഇപ്പോൾ 10 4 ആയിക്കളത്. 1 2 3. ഇനി ഒരു വലുത് ചെയ്യാം. 1 2 3 4 5 ചെയ്ത് ഒഴിവാക്കി. അഞ്ചാമത്തേൻ്റെ മുകളിൽ ജോയിൻ ആയി. 4 ഒഴിവാക്കിയിട്ട് പിന്നെ വീണ്ടും അതേമാതിരി ഇങ്ങനെ ഈ ഇതായിട്ട് ചെയ്തിട്ട് ഈ റൗണ്ട് ഫുള്ളായിട്ട് ഇതേമാതിരി ചെയ്തുകൊണ്ടാണ്. എന്നിട്ട് അടുത്ത് ചെയ്യുന്നത് കാണിച്ചത്. ഇതേമാതിരി ഞാൻ ചെയ്തെടുത്തുകൊണ്ട് 4 ചെറുതും പിന്നെ ഒരു വലുത്, പിന്നെ 4 ചെറുത് അതേമാതിരി ഫുള്ളായിട്ട് ചെയ്തത് റൗണ്ട്, ഒരു നെക്കിൻ്റെ റൗണ്ട്. ഇനി അടുത്തത് ഇവിടെ ഇങ്ങനെ കണ്ടു, ഇവിടെ ഇങ്ങനെ നമ്മൾ 5 ചെയ്ത് വെച്ചതിൻ്റെയാണ് എടുക്കുന്നത്. അപ്പോൾ അത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ സിംഗിൾ ക്രോഷേ ചെയ്തിട്ട് പിന്നെ അതാ ചെയ്തു. അപ്പോൾ 3 ചെയ്യുന്നുണ്ട് സിംഗിൾ ക്രോഷേ. വീണ്ടും ചെയ്യുക. നാല് ഡബിൾ ക്രോഷേ വെച്ച് ചെയ്തെടുത്ത് പിന്നെ 2 ചെയിൻ എടുക്കുക. ഒരു ഡബിൾ ക്രോഷേ കൂടെ ഒരു ഡബിൾ ക്രോഷേ കൂടെ ചെയ്തെടുത്ത് പിന്നെ 2 ചെയിൻ ഇടുക. 3 ചെയിൻ ഇടുക. 3 ചെയിൻ ഇട്ടിട്ട് ഇതേമാതിരി തന്നെ 5 ഡബിൾ ക്രോഷേ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ചെയ്തെടുക്കുന്നത്. അവിടെ കണ്ടത് മൂന്നെണ്ണമായിട്ടില്ല, 4 5 ചെയ്തെടുത്തു. 5 ഡബിൾ ക്രോഷേ ഇതേപോലെ ചെയ്തെടുത്തു. ഇനി ഒരു ചെയിനുണ്ട്, ഒരു ചെയിൻ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ജോയിൻ്റ് ആക്കി കൊടുക്കും. ഈ ചെയിൻ്റെ മുകളിലേക്ക് അങ്ങനെ വന്നു. അങ്ങനെ വന്നു. ഇനി അടുത്ത 3 ചെയിനിടുക. ചെയിനിട്ടിട്ട് ഇവിടെ ജോയിൻ്റ് ആക്കി കൊടുക്കും. അടുത്ത ചെയിൻ്റെ മുകളിൽ പിന്നെ വീണ്ടും 3 ചെയിനിടുക. അടുത്ത ചെയിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കി പിന്നെ വീണ്ടും 3 ചെയിനിടുക. ഇതിൻ്റെ മുകളിൽ ചെയിൻ്റെ മുകളിൽ ഇവിടെ ചെയ്ത് വെച്ചില്ലേ, ചെയിൻ്റെ മുകളിലേക്ക് ജോയിൻ്റ് ആക്കി. അപ്പോൾ ഇവിടെ കണ്ടോ 4 ഉള്ളത് 3 ആയി മതി. ഇനി അടുത്ത ചെയ്യുന്നത് അടുത്ത ഒരു ചെയിൻ ഇട്ടിട്ട് ഇവിടെ വലിയ നീളത്തിൽ ചെയ്ത് വെച്ചാൽ അതിൻ്റെ മുകളിൽ ഡബിൾ ക്രോഷേ ചെയ്യുക. 5 ഡബിൾ ക്രോഷേ ആദ്യം ചെയ്തെടുക്കുക.
പിന്നെ 3 ചെയിൻ ഇടണം, 2 3 ചെയിൻ ഇട്ട് കൊടുത്തിട്ട് ഇവിടെ 5 ഡബിൾ ക്രോഷ്യ വീണ്ടും ചെയ്തെടുക്കുക. ചെയിൻ എടുത്തുകൊണ്ട് അതേമാതിരി വന്ന് എന്നിട്ട് ചെയിനിട്ട് ഇത് ചെയിനിട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ലോക്കാകും. അങ്ങനെ വന്നു ഇതേമാതിരി ഈ റൗണ്ട് ഫുള്ളായിട്ട് ഇതിവിടെ ഇപ്പോൾ 3 എണ്ണമായി കണ്ട 4 ചെയിനല്ലേ നമ്മളിട്ട് വെച്ചിരുന്ന 3 എണ്ണമായി 1 2 3 അങ്ങനെ കുറഞ്ഞ് വരും. അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ഇതേമാതിരി ചെയ്തെടുക്കണം. അതേമാതിരി ഞാൻ ഇതിവിടെ അങ്ങനെ 5 എടുത്ത് ഇതേമാതിരി 10 ഡബിൾ ക്രോഷ്യ അങ്ങനെ ഈ 3 ചെയ്തിട്ട് അങ്ങനെ ചെയ്ത് ഈ റൗണ്ട് ഫുള്ളായിട്ട് ഞാൻ ഇതേമാതിരി ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്ന വിധം അപ്പോൾ ഇവിടെ ഇത് വരെയാണ് നമ്മൾ ചെയ്ത് വെച്ചത്. ഇവിടെ നിൽക്കും ഇതിൻ്റെ ഈ നടുക്കൽ ഇവിടെ അല്ലേ ഈ ചെയിൻ്റെ ഉള്ളിലേക്ക് ഇത് കൊണ്ടുവരണം. അപ്പോൾ അതാ അങ്ങനെ ചെയ്താൽ മതി. വെറുതെ ഒരു ക്രോഷ്യ ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുവരും. 5 ഡബിൾ ക്രോഷ്യ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കണേ. എടുക്കാതെ ഇവിടെ ഡബിൾ ഈ ചെയിൻ ഇവിടെ നമ്മളത് 3 ചെയിൻ ഇട്ട് വെച്ചിരുന്നില്ല, ആ ചെയിനിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുക. ഇവിടെ അങ്ങനെ ഡബിൾ ക്രോഷ്യ ചെയ്യുക, സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇവിടെ 3 ചെയിൻ ഇടുക. അപ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് പിന്നെ വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യും. ഇപ്പോൾ 3 ഡബിൾ ക്രോഷ്യ ആയി. ഇവിടെ വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ 4 എണ്ണം. അത് കഴിഞ്ഞിട്ട് 2 ചെയിൻ ഇടുക. അത് വേണ്ട, ചെയിന് വേണ്ട. ശരി, ഇവിടെ അങ്ങനെ 4 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് 6 എണ്ണം വീതം 7 എണ്ണം ചെയ്ത് വയ്ക്കുക. 3 എണ്ണം കൂടെ ചെയ്യാറുണ്ട്. അപ്പോൾ എത്രയാണ് 5 6 7 ഡബിൾ ക്രോഷ്യ ഇവിടെ ഞാൻ ചെയ്ത് വെച്ചുകൊണ്ട് ഇതേമാതിരി നടുക്കൽ 7 ഡബിൾ ക്രോഷ്യ ചെയ്ത് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു ചെയിൻ ഇടുക. ഒരു ചെയിന് പോരാ, ഒരു 3 ചെയിനുണ്ട്. 3 ചെയിൻ ഇട്ടിട്ട് ഇവിടുത്തെ ഇതില്ലേ 3 എണ്ണങ്ങളില്ലേ അതിൻ്റെ അവിടേക്ക് ജോയിൻ്റ് ആക്കി കൊടുക്കുക. ഇതേമാതിരി ജോയിൻ്റ് ആക്കി ഇതങ്ങനെ വന്നു ഒരു ചെയിനും കൂടെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അത് ടൈറ്റായിട്ട് നിൽക്കും. അപ്പോൾ 4 ചെയിനാണ് ഇട്ടത്. എന്നിട്ട് ഇവിടെ ജോയിൻ്റ് ആക്കി കൊടുക്കുക. സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ഇവിടെ ജോയിൻ്റ് ഇങ്ങനെ വന്നു. ഇനി അടുത്ത ഇതേമാതിരി തന്നെ 3 ചെയിൻ ഇടുക. ചെയിൻ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കുക. ഇതിൻ്റെ ചെയിൻ വീണ്ടും 3 ചെയിനുണ്ട്. 2 3 ചെയിനുണ്ട്. 3 ചെയിനിട്ട് ഇതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കി കൊടുത്ത് അങ്ങനെ വന്നു. അപ്പോൾ ഇവിടെ അതേമാതിരി വന്നു. അങ്ങനെ ഇനി അടുത്ത് ചെയ്യുന്ന സമയത്ത് ഇവിടെ അതേമാതിരി ഈ ഗ്യാപ്പിലാണ് ചെയ്യേണ്ടത്. ഇവിടെ 5 എണ്ണം നമ്മൾ ചെയ്ത് വെച്ചില്ല. അപ്പോൾ ഇവിടെ അതേമാതിരി തന്നെ 4 ചെയിനുണ്ട്. 1 2 3 4 ചെയിനുണ്ട്. 4 ചെയിൻ ഇട്ടിട്ട് ഈ ഗ്യാപ്പിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ ഇതേമാതിരി തന്നെ 7 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കണം. ഇവിടെ നമ്മൾ 7 ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തില്ല, ഇതിൻ്റെ ഉള്ളിൽ ഇതേമാതിരി ഇതിൻ്റെ ഉള്ളിൽ 7 ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്തെടുക്കുക. 2
3 4 5 7 ഡബിൾ ക്രോഷ്യ ഞാൻ അവിടെ ചെയ്തെടുത്തു. ഇവിടെ 7 ഡബിൾ ക്രോഷ്യ ഞാൻ ചെയ്തെടുത്തു. ഇവിടെ കണ്ടു. ഇനി ഇവിടെ അതേമാതിരി തന്നെ 4 ചെയിനുണ്ട്. ഇവിടെ നമ്മൾ 4 ചെയിൻ ഇട്ടില്ലേ, അപ്പോഴാണല്ലോ ഈ നടുക്കിലേക്ക് ജോയിൻ്റ് ആക്കി കൊടുത്തത്. അതേമാതിരി തന്നെ 4 ചെയിനുണ്ട്. 1 2 3 4 ചെയിൻ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കി കൊടുക്കുക. സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കി കൊണ്ട് ഇതേമാതിരി വന്നു. ഇവിടെ 3 എണ്ണത്തിൻ്റെ മുകളിലും ജോയിൻ്റ് ആക്കി കൊടുക്കുക. 1 2 3 ചെയിൻ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കുക. വീണ്ടും 3 ചെയിൻ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കുക. അങ്ങനെ വന്നു. ഇവിടെ ഇപ്പോൾ അതേമാതിരി വന്നു. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ അതേമാതിരി തന്നെ 4 ചെയിൻ ഇടുക. 2 3 4 ചെയിൻ ഇട്ട് 4 ചെയിൻ ഇട്ടിട്ട് ഈ ഗ്യാപ്പിൻ്റെ അകത്ത് ഇതേമാതിരി തന്നെ 7 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഉണ്ടോ? ഇവിടെ ചെയ്തെടുത്തില്ലേ നമ്മൾ, അതേമാതിരി തന്നെ 7 ഡബിൾ ക്രോഷ്യ. അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ഇത് ചെയ്തെടുക്കണം, എന്നാൽ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞു. അതേമാതിരി ഞാൻ എല്ലാ ഭാഗവും തയ്ച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇവിടെ വരും. അതേമാതിരി ഈ സൈഡ് ഇതേ റൗണ്ടിൽ ഫുള്ളായിട്ട് അങ്ങനെ വരും. അപ്പം ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നതാണ്. ഇവിടെ വരെ ഞാൻ ചെയ്ത് ജോയിൻ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണ് ചെയ്യുന്നത്? ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം 3 ഡബിൾ ക്രോഷ്യ. അപ്പോൾ എന്തായി? 3 ചെയിൻ. അപ്പോൾ 1 ഡബിൾ ക്രോഷ്യായി. പിന്നെ 1 ചെയിനും കൂടെ ഇടുക. അപ്പോൾ 4ാമത്തെ ചെയിൻ. അത് കഴിഞ്ഞിട്ട് അടുത്ത ഡബിൾ ക്രോഷ്യൻ്റെ മുകളിൽ ഇവിടെ ചെയ്ത് വെച്ച് 7 ഡബിൾ ക്രോഷ്യ ഉണ്ടല്ലോ, 7 ഡബിൾ ക്രോഷ്യന്ന് ചെയ്തെടുക്കണം. അത് കണ്ടോ, ഇത് വന്നു. അപ്പോൾ ഇവിടെ കണ്ടു 1 ചെയിൻ ഇട്ടിട്ട് 1 ഡബിൾ ക്രോഷ്യ വന്നു. വീണ്ടും 1 ചെയിൻ ഇടുക. 1 ചെയിൻ ഇട്ടിട്ട് അടുത്ത ഡബിൾ ക്രോഷ്യൻ്റെ മുകളിൽ നിന്ന് 1 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. വീണ്ടും 1 ചെയിൻ ഇടുക. അടുത്ത ഡബിൾ ക്രോഷ്യൻ്റെ മുകളിൽ 7 ഡബിൾ ക്രോഷ്യൻ്റെ മുകളിൽ നിന്ന് ഇതേമാതിരി ചെയ്തെടുക്കണം. ഉണ്ടോ? ഏഴ് ഡബിൾ ക്രോഷ്യേൻ്റെ മുകളിൽ ചെയ്തെടുത്ത് വന്നു. ഇതേമാതിരി വന്നു. അത് കഴിഞ്ഞിട്ട് ഇതേമാതിരി തന്നെ ഇവിടെ നമ്മൾ 4 ചെയിൻ ഇട്ട് വെച്ചിട്ട് ഇതേമാതിരി തന്നെ 4 ചെയിൻ ഇടുക. 2 3 4 ചെയിൻ ഇട്ടിട്ട് ഈ ഒരു ഇവിടെ 2 എണ്ണം അല്ലേ ഇനി ബാക്കി, അതിൻ്റെ മുകളിലേക്ക് ജോയിൻ്റ് ആക്കി കൊടുക്കുക. ഇനി അടുത്ത 3 ചെയിൻ ഇടുക. 1 2 3 ചെയിൻ ഇട്ട് 3 ചെയിൻ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കുക. അങ്ങനെ വന്നു. ഇപ്പോൾ ഇവിടെ ഒരൊറ്റ ഒന്നേ ഉള്ളൂ. കണ്ടോ, ഇതേമാതിരി വന്നിട്ട് ഇവിടെ അങ്ങനെ കുറഞ്ഞിട്ട് വന്നു. ഇനി അടുത്ത ചെയിൻ ഇടുക. അടുത്ത 4 ചെയിൻ ഇടുക. 1 2 3 4 ചെയിൻ ഇട്ടിട്ട് ഇത് അവിടെ ഡബിൾ ക്രോഷ്യ. ഈ ഡബിൾ ക്രോഷ്യേൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക.
ഒരു ചെയിൻ ഇടുക. വീണ്ടും അടുത്തതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. വീണ്ടും ഒരു ചെയിൻ ഇടുക. അങ്ങനെ ഈ റൗണ്ട് 7 എണ്ണത്തിൻ്റെ മുകളിൽ ചെയ്തെടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ചെയിൻ ഇട്ടിട്ട് ഇവിടെ അതേമാതിരി തന്നെ കുറച്ച് കൊണ്ടുവരും. ഇവിടെ ചെയ്ത മാതിരി തന്നെ ചെയ്തെടുത്ത് കൊണ്ടുവരണം. അങ്ങനെ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇതേമാതിരി ഉണ്ട് അതുവരെ തയ്ച്ച് കഴിഞ്ഞ സമയത്ത് ഈ നെക്ക് ഡിസൈൻ കാണാൻ വേണ്ടിയിട്ട്. അടുത്ത ഒരു സ്റ്റെപ്പ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞ് നെക്ക് ഇതേമാതിരി ഉണ്ടാവും. അതേമാതിരി ഇവിടെ വരെ ചെയ്തെടുത്തു വരാം. ഈ രണ്ടൊക്കെ അതാ ഫുള്ളായിട്ട് ചെയ്തെടുത്തു. ഇവിടെ ഇവിടെ ഒറ്റയൊരു ഇതേ ഉള്ളൂ, കണ്ടോ, ഇവിടെ ഒരു ക്രോസ് മാത്രമേ ഉള്ളൂ. അതുവരെ ചെയ്തെടുത്തു. ഇനിയിപ്പോൾ ഇവിടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതൊന്നതാ 3 ചെയിനുണ്ട്. പിന്നെ വീണ്ടും 3 ചെയിനിടുക. ചെയിനിട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു ക്യാപ്പ് മാതിരി കൊടുക്കുക. അങ്ങനെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു ചെയിനിടുക. ചെയിനിട്ടിട്ട് ഈ ഒരു ചെയിൻ നമ്മളിട്ട് വെച്ചിട്ടുണ്ടല്ലോ, ആ ചെയിനിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. ഇങ്ങോട്ട് അങ്ങനെ ചെയ്തെടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ 3 ചെയിനിടുക. ഇവിടെ ജോയിൻ്റ് ആക്കുക. അങ്ങനെ വന്നതിന് ശേഷം വീണ്ടും ഒരു ചെയിനിടുക. ചെയിനിട്ടിട്ട് ഈ ഒരു ഡബിൾ ക്രോഷേ ഉണ്ട് നമ്മൾ ചെയ്തെടുത്ത ആ ഡബിൾ ക്രോഷേൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. വീണ്ടും ചെയ്തിട്ട് പിന്നെ വീണ്ടും 3 ചെയിനിടുക. ഇതേമാതിരി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുക. അടുത്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ചെയിൻ ഉണ്ടല്ലോ ഇവിടുത്തെ, ഒരു ചെയിൻ ഇടണം. ഇവിടെ ഒരു ചെയിൻ ഇട്ടിട്ട് വേണം. ചെയിനിട്ട് ഈ ഒരു ഡബിൾ ക്രോഷേ ഉണ്ടല്ലോ ഇവിടുത്തെ, ഈ 2 എണ്ണത്തിൻ്റെ ചെയിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുക. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലൂസായി പോകുന്നുണ്ട്. അങ്ങനെ എടുക്കുക. എടുത്തിട്ട് അത് ചെയ്തുകൊണ്ട് 3 ചെയിനിടുക. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക. ഇതേമാതിരി ഈ ഇതുവരെ ചെയ്തെടുക്കണം. ഈ എല്ലാത്തിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്തെടുത്ത് കൊണ്ടുവരും. ഇതിൽ കാണിച്ചു തരാം. ഇതേമാതിരി ഇതായി വന്നുകൊണ്ട് ഇത്രയും ഇതായിട്ട് അങ്ങനെ വന്നു. ഈ ഒരു നെക്കുണ്ട്.
ഇനി അടുത്ത് ചെയ്യുന്നത് അവിടെ നമ്മൾ ചെയിൻ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ, ഇതേമാതിരി തന്നെ ചെയിൻ ഇടുക. ഇവിടെ ഇപ്പം ഇനി 4 ചെയിൻ എടുത്തിട്ട് വീതിയുള്ളതിനെ കൊണ്ട് 4 എണ്ണം ഇട്ടാണ് 4 എണ്ണം ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ഈ ഒറ്റ ഒരു കണ്ണി ഉണ്ടല്ലോ അവിടെ അങ്ങനെ വന്ന ഈ കണ്ണീൻ്റെ മുകളിൽ ഈ ചെയിനിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കി സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കി ഇതേമാതിരി വരും. ഇനി അടുത്തത് ഇതേമാതിരി തന്നെ ഇവിടുന്ന് 4 ചെയിൻ ഇടുക. 2 3 4 ചെയിൻ ഇട്ടിട്ട് ആദ്യത്തേൻ്റെ മുകളിൽ ചെയ്തിട്ട് ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ക്രോഷ്യ ചെയ്തെടുക്കുക അങ്ങനെ ഒന്നുകൊണ്ട് ചെയ്തെടുത്തിട്ട് പിന്നെ 3 ചെയിൻ ഇടുക. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ക്യാപ്പിൻ്റെ ചെയ്തെടുക്കുക. വന്ന് അടുത്ത ഇതിൻ്റെ മുകളിൽ ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക. ഇത് ഇതേമാതിരി ഇവിടെ ചെയ്ത മാതിരി തന്നെ ഇതിൻ്റെ ഉള്ളിൽ ചെയ്ത് കൊടുക്കുക. ചെയിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ നെക്ക് ഡിസൈനിൻ്റെ വർക്ക് ഇത് അവിടെ കഴിഞ്ഞ് ഈ നെക്ക് ഡിസൈൻ കാണാൻ അതേമാതിരി ഉണ്ട്. കുറച്ചും കൂടി മുഴുവനായിട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഈ നെക്ക് ഡിസൈനിൻ്റെ വർക്ക് ഇത് അവിടെ കഴിഞ്ഞ് ഈ നെക്ക് ഡിസൈൻ കാണാൻ അതേമാതിരി ഉണ്ടാവും.